ബിജോയുടെ ഗ്രാമത്തിലാണ്. നുൻസുരി എന്ന് പറയും. ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം. ഇന്നലെ രാത്രി ബിജോയുടെ വീട്ടിലാണ് കിടന്നത്. പുലർച്ചെ ആയതുകൊണ്ട് പ്രീതവും ഇവിടെ തന്നെ കിടന്നു. അപരിചിതനായ ഒരാളെ എത്ര പേര് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കും? ഞാനാണെങ്കിൽ സംശയമാണ്, അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരാളെ ബിജോയ് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നു. ഇപ്പോൾ പോകുന്നത് ഗ്രാമത്തിലെ മൊണാസ്ട്രിയിലേക്കാണ്. മൊണാസ്ട്രി എന്നല്ല, കിയോങ് എന്നാണ് ബിജോയ് പറഞ്ഞത്. സാധാരണ കാണാറുള്ള പ്രയർ ഫ്ലാഗുകളോ സ്തൂപങ്ങളോ ഈ ഭാഗങ്ങളിലില്ല. തേരാവാദ ബുദ്ധമതത്തിൻ്റെ മൊണാസ്ട്രിയാണ്. തേരാവാദം ബുദ്ധമതം എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ ഒരു പ്യൂരിറ്റൻ മതമാണ്. ബുദ്ധൻ്റെ നിർമ്മാണത്തിന് ശേഷം ബുദ്ധമതം ആശയപരമായി വിഭജിക്കപ്പെട്ടിരുന്നു. തേരാവാദം, മഹായാനം, വജ്രയാനം എന്നിവയാണ് ബുദ്ധമത ശാഖകൾ. ബുദ്ധമതം എന്ന പേര് നമ്മൾ കാണുന്ന കൂടുതലും വജ്രയാനത്തിലെ തിബറ്റൻ ബുദ്ധമതമാണ്. ഇന്ത്യയിൽ ബുദ്ധമതത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. അശോക ചക്രവർത്തി പക്ഷേ തേരാവാദ ധാരയിൽ ജീവിച്ച ഒരാളാണ്. ചക്മകൾക്കിടയിൽ ബുദ്ധമതം എത്തുന്നത് മ്യാൻമർ വഴിയാണ്. ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര രസകരമാണ് കാര്യം. ഇന്ത്യയിൽ ഉടലെടുത്തൊരു മതം സിൽക്ക് റൂട്ടിലൂടെ കച്ചവടക്കാർ പ്രചരിപ്പിക്കുന്നു. മറ്റൊരു വഴിയിലൂടെ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നു. തിരിച്ചെത്തിയ മതത്തിൽ പ്രാദേശികമായ പലതും കലർന്നു കാണും. വിജയുടെ വീട്ടിൽ കാളിയുടെ ചിത്രങ്ങളും കണ്ടിരുന്നു. കാളി തന്നെ ആവണമെന്നില്ല, മറ്റൊരു പേരായിരിക്കും അതിന് അവർ പറയുന്നത്. മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്നെ സംബന്ധിച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥനയിലൂടെ ഏതൊരു സാധാരണ മനുഷ്യനും ജ്ഞാനോദയം കാണാൻ സാധിക്കും. നിങ്ങൾ സന്യാസിയാവുകയോ കഠിനവൃത്തങ്ങളോ കടന്നുപോയോ ഒന്നും വേണ്ട. മൊണാസ്ട്രിയുടെ മുകളിൽ കയറിയാൽ ഗ്രാമത്തിൻ്റെ ചെറിയൊരു വ്യൂ ലഭിക്കും. ഈ മൊണാസ്ട്രിക്ക് വേണ്ടിയിട്ട് പരമാവധി ഫണ്ട് കണ്ടെത്തി ഇവിടുത്തെ MLA തന്നെയാണ്. MLA BJP MLA ആണ്, പക്ഷെ ചക്മയാണ്. ചക്മ ഗോത്രത്തിലെ കുട്ടികളാണ്. അടുത്തുള്ള 1-2 ഗ്രാമങ്ങളിൽ നിന്നും കുട്ടികളിവിടെ പഠിക്കുന്നുണ്ടെന്നാണ് ബിജോയ് പറയുന്നത്. ചിൻ വംശജർ ബംഗാളി സമൂഹവുമായി ഇടകലർന്നതാണ് ചക്മകളുടെ ഉത്ഭവം എന്നാണ് കരുതുന്നത്. ബ്രിട്ടീഷുകാരെത്തുന്നതിന് മുമ്പ് ചക്മകൾക്ക് സ്വന്തമായൊരു രാജാവും രാജഭരണവും രാജ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ചക്മകളും മിസോകളും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരാടിയിട്ടുമുണ്ട്. ഇന്ന് പക്ഷേ മിസോറാമിലെ ഏറ്റവും ന്യൂനപക്ഷമാണ് ചക്മകൾ. ബോട്ട് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി. ബിജോയ് പക്ഷേ മുമ്പിലേക്ക് ഓടുന്നുണ്ട്. ആൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മുമ്പിലേക്ക് ഓടുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒരേ മോഡലിലാണ്. മുളയിലൊക്കെ നാട്ടി എനിക്കുള്ള ബോട്ട് കുറച്ചധികം സമയമായി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. വഞ്ചിയിൽ കയറുന്നത് കുറച്ചൊരു ശ്രമകരമാണ്. എനിക്കത്ര പരിചയമില്ലാത്തൊരു പരിപാടിയും കൂടെയാണ് ഇത്. നമുക്കങ്ങനെ വഞ്ചി കയറേണ്ടയും വഞ്ചി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലല്ലോ. ബോട്ട് എന്നെ കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ദൂരെ നോക്കിയാൽ ബിജോയും പ്രീതും ഒക്കെ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കർണഫുലി എന്നാണ് ഈ നദിയുടെ പേര്. ഇത് ബംഗ്ലാദേശ് ഭാഗത്തേക്കാണ് ഒഴുകി പോകുന്നത്. ഇന്നലത്തെ രാത്രിയെക്കുറിച്ച് ആലോചിച്ചാൽ ശരിക്കൊരു വിറയൽ വരും. 2 മണിക്കോ മറ്റോ ആണ് ഇന്നലെ തബൂങ്ങിലെത്തുന്നത്. ആ സമയത്ത് എനിക്ക് ലോഡ്ജോ ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ടാണ് വിജയ് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനും കൂടെ പോയത്. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നടന്ന് ഏകദേശം എനിക്കൊരു 500 മീറ്ററോളം നടന്നിട്ടുണ്ട്. നടന്ന് വഞ്ചിയിൽ കയറുന്നത് വരെ ഒരു നദി കടന്നിട്ട് വേണം ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഒരു പരിചയമില്ലാത്ത കുറച്ച് മനുഷ്യരുടെ കൂടെ ഒരു നദിയിൽ ഒരു ബോട്ടിൽ രാത്രിയിൽ പോവുകയാണ്. ഒരു ധാരണയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1-2 തവണ ബോട്ട് നിന്ന് പോകുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. ശരിക്കും സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അത്.
കരയുടെ വലതു ഭാഗം ഇന്ത്യയിലാണ്, ഇടതുഭാഗത്തെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ഗ്രാമങ്ങളൊക്കെ ബംഗ്ലാദേശിലും. യാത്രയിൽ പരിചയപ്പെടുന്ന മനുഷ്യരൊക്കെ എന്നെ വളരെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരു മുൻവിധികളും ഇല്ലാതെ നമ്മളെയൊക്കെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ. ജോയുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഇറങ്ങിയത്. ചോറും മീൻകറിയും. ഞാനത് കഴിക്കാൻ ആദ്യം കൂട്ടാക്കിയിരുന്നില്ല, കാരണം ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ട് പന്നിയിറച്ചിയാണ്. ഞാൻ പന്നിയിറച്ചി കഴിക്കില്ല എന്ന് ബിജോയ് എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളി രാവിലെ തന്നെ മീനൊക്കെ റെഡിയാക്കി കറി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭാവവ്യത്യാസം കണ്ടിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത്, മെച്ചിലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. മിസോറാമിൽ എല്ലാവരും ചോറാണ് കഴിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ചോറ്. കൂടെ പന്നിയിറച്ചിയോ മീറ്റോ പച്ചക്കറിയൊക്കെ കാണും. പക്ഷെ ഒരാൾക്ക് പോലും പൊണ്ണത്തടിയോ കൊടുവരെ ശ്രദ്ധയപ്പെട്ടില്ല. ഈ ദാബയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അതൊരു കോംബോ ആയിരിക്കും. ചോറുണ്ടാവും, പന്നിയിറച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ മീറ്റ് ഉണ്ടാവും, പച്ചക്കറി ഉണ്ടാവും. പക്ഷെ ചോറാണ് എല്ലായിടത്തും പ്രധാന ഫുഡായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ കഴിക്കുന്നത് മലയാളികളാണ് ഇത്രയധികം ചോറ് കഴിക്കുന്ന ആൾക്കാരെന്ന്. പക്ഷെ അത് ശരിയല്ല കേട്ടോ. മിസോറാമിൽ ചക്മകളൊക്കെ എനിക്ക് 2 ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ മിസോകൾ 3 നേരം 4 നേരമൊക്കെ ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. ഈ ബോട്ട് ഒന്നെങ്കിൽ ബംഗ്ലാദേശിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ഗ്രാമത്തിലേക്കായിരിക്കും. ഈ നദിയിലൂടെ ബംഗ്ലാദേശി ബോട്ടുകളും ഇന്ത്യൻ ബോട്ടുകളും പോകാറുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ പതാക കുത്തിവെക്കുന്നത് ബോട്ടിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കരയെന്ന് വെച്ചാൽ തബൂഗ് എന്നും ഡിമഗിരി എന്നും വിളിക്കുന്ന ഭാഗം. രാത്രി അതുവഴിയാണ് ഞാൻ ബോട്ടിൽ കയറി നുൻസുരിയിലേക്ക് പോയത്. ദൂരെ 2-3 ബോട്ടുകൾ കാണുന്നുണ്ട്. മിക്കവാറും മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളായിട്ട് നിൽക്കുന്നതായിരിക്കും. ബോട്ടിലൊക്കെ നിറയെ സാധനങ്ങളുണ്ട്. മാർക്കറ്റിൽ നിന്നുള്ള വരവ് തന്നെയാണ് അപ്പോൾ. ബംഗ്ലാദേശിലേക്ക് മാത്രമാവില്ല, ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കും ഈ ബോട്ടുകൾ പോകുന്നുണ്ട്. ഇന്ത്യൻ ഗ്രാമങ്ങളെന്ന് വെച്ചാൽ മിസോറാമിനും മ്യാൻമറിനും വരെ അതിർത്തി പങ്കിടുന്ന ഈ കണ്ണിഫുലി നദിയുടെ 6 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഗ്രാമങ്ങളുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ ഗ്രാമീണർ അവർക്ക് വിൽക്കാനുള്ള സാധനങ്ങളായിട്ട് ഇവിടെ വരും. അതിവിടെ വിറ്റതിന് ശേഷം അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ മേടിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഇതിനൊക്കെ അവർ ബോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. റോഡിനേക്കാൾ അവർക്ക് സൗകര്യം ബോട്ടാണ്. റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലൊരു ബോട്ടാണ് എടുക്കാറുള്ളത് സാധാരണഗതിയിൽ. ഇനി അവർക്ക് ഐസോളിൽ പോകണമെന്നുണ്ടെങ്കിലും ഇതുവഴി തന്നെയാണ് വരുന്നത്. ഗ്രാമത്തിൽ നിന്ന് ബോട്ടിൽ തബോങ്ങിൽ വരുന്നു, തബോങ്ങിൽ നിന്ന് സുമ പിടിച്ചിട്ട് ഐസോളിൽ പോകുന്നു. ഞാൻ കുറച്ച് സമയമായി മീൻ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തായാലും വലിയ മീനിൽ തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. कैसे पता केरला ഈ ചെറുപ്പക്കാരന് മലയാളികളെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപകർ മലയാളികളായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടം വരെ എത്തിയത് അങ്ങേയറ്റം കഠിനമായ വഴികളിലൂടെയാണ്. അപ്പോൾ ഈ മിഷൻ പ്രവർത്തകരൊക്കെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എത്തിപ്പെടുത്തി എങ്ങനെയായിരിക്കും? ശരിക്കും അത്ഭുതം തന്നെയാണ് അതൊക്കെ. മിഷനറികൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളത് ഉറക്കെ പറയുക തന്നെ വേണം. അദ്ദേഹം ബുദ്ധിസ്റ്റാണ്, ചക്മയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ചക്മകൾ ദീപാവലി അടക്കം ആഘോഷിക്കാറുണ്ടെന്നാണ്. ശരിക്കും ബുദ്ധിസം മാത്രമല്ല, ഹൈന്ദവ വിശ്വാസങ്ങളുള്ള ചക്മകളും ഉണ്ട്. അതുമാത്രമല്ല, ചക്മകളുടെ തേരാവാദത്തിലും ഇങ്ങനെയുള്ള കലർപ്പുണ്ടെന്ന് എനിക്ക് ബിജോയുടെ വീട്ടിൽ നിന്ന് തോന്നിയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു കാളിയുടെ ചിത്രമൊക്കെ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.
चैनल नहीं है, घूमने के लिए आएगा, यूट्यूबर नहीं है, ठीक है।